സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ. ബിജെപിയിൽ ചേർന്ന മുൻ CPIM നേതാവ് മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യം കിട്ടാ കേസുകളെടുത്ത് പോലീസ്. വിശ്വാസവഞ്ചന, തട്ടിപ്പ് കുറ്റങ്ങൾ ചുമത്തി. മധു നടത്തിയ പണപ്പിരിവുകളും അന്വേഷണത്തിൽ. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണ ചുമതല ബത്തേരി DYSPക്ക്. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന് CPIM. ആരോപണം അറിഞ്ഞത് ഇന്നലെ മാത്രമെന്ന് ബാലകൃഷ്ണന്റെ മറുപടി. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്ത് നിന്ന് മടങ്ങി. കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം. ആജീവനാന്ത ബന്ധം തുടരുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച മുതൽ ബീഹാർ ഗവർണർ. കാസർഗോഡ് പടന്നക്കാട് വാഹനാപകടത്തിൽ 3 മരണം. അപകടം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. ചോദ്യപേപ്പർ ചോർച്ചയെ നിസ്സാരവൽക്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. 10ാം ക്ലാസ് ഒഴികെയുള്ള ചോദ്യപേപ്പർ ആർക്കും ചോർത്താം. വിഷയം ഗൗരവമുള്ളതല്ല എന്നും SLC പരീക്ഷ നടത്തുന്ന പോലുള്ള സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ആർക്ക് വേണോ ചോദ്യപേപ്പറൊക്കെ അത് പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ വെച്ചോ ഇത് കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് തന്നെ കൊണ്ടെത്തിക്കുന്നത് ചോദ്യപേപ്പർ സ്കൂളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആർക്ക് വേണോ അതിനുവേണ്ടി പ്രശ്നം വെച്ച് ചോർത്താൻ കഴിയുന്നതാണ്. അപ്പം അത് അത്ര ഗൗരവമുള്ള വിഷയമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നത്. മന്ത്രിയുടെ വിചിത്ര ന്യായീകരണം News 18 Q18. മന്ത്രി രാജിവെക്കണമെന്ന് KSU. മെൽബൺ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് 9ന് 228 റൺസിൽ 333 റൺസ് ഓവറോൾ ലീഡ്. ബുംറയ്ക്ക് 4 വിക്കറ്റ്. ടെസ്റ്റിൽ 200 വിക്കറ്റ് നേട്ടം.